بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷാ കുട്ടികൾക്ക് 2021-22 വർഷങ്ങളിൽ നടത്തിയ ലിസാനിൻ്റെയും തജ്വീദിൻ്റെയും ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അവ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ 5 ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ച കാര്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനാ. ബ്രാക്കറ്റിലുള്ളത് ഹംസത്തുൽ വസ്ൽ, ഹാഉ സക്ത, ലൗ അൻസൽന, ഹംസത്തുൽ ഖത്അ, വഖഫ്. ഒന്നാമത്തെ ചോദ്യം, പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ലൗ അൻസൽന എന്നാണ് ഉത്തരം. 2, മാലിയ എന്നതിലെ ഹാഉ സക്ത എന്നാണ്. 3, അർ റഹ്മാൻ എന്നതിലെ ഹംസത്തുൽ വസ്ൽ. 4, ഫി അഹ്സനി തഖ്വീം എന്നതിലെ ഹംസത്തുൽ ഖത്അ. 5, ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തലാണ് വഖഫ്. അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം എന്നാണ്. ഇവിടെ ഒരു ചോദ്യത്തിന് 3 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരി ഏതാണെങ്കിൽ അതിൻ്റെ നേരെ ശരിയിടാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഹംസിന്റെ ഹർഫിൽ പെട്ടതാണ്. നമ്മളെ ആ തുടക്കത്തിലുള്ള പാഠത്തിലുണ്ട്. ഹ ആണ് ഹംസിന്റെ ഹർഫുകളിൽപ്പെട്ടത്. 2, വഖഫ് മുത്ലഖിന്റെ അടയാളം ആണ് വഖഫ് മുത്ലഖിന്റെ അടയാളം. 3, ത്വഇന്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് 4, ബസറക്കാരനായ ഖാരി അബു അംർ റളിയല്ലാഹു അൻഹു. ചോദ്യം 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. ചോദ്യം 1, കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ അബു അബ്ദുറഹ്മാൻ അസ്സലമി റളിയല്ലാഹു അൻഹു. ചോദ്യം 2, അൽ കഹ്ഫ് സൂറത്തിലെ ലാകിന്ന ഹുവല്ലാഹ് എന്നത് ഓതേണ്ടത്. ലാകിന്ന എന്ന് നിർത്തുകയാണെങ്കിൽ ലാകിന്ന എന്ന് ഒരു അലിഫിന്റെ ഖദർ നീട്ടി ഉച്ചരിക്കണം. ശേഷമുള്ളതുമായി ഹുവല്ലാഹ് എന്നതുമായി ചേർത്തി പറയുമ്പോൾ നീട്ടാതെ ലാകിന്ന ഹുവല്ലാഹ് അങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. ലാകിന്ന ഹുവല്ലാഹ്. ചോദ്യം 3, ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത് ബിസ്മില്ലാഹി മജ്റേഹ എന്നാണ് ഉത്തരം. 4, സഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ, ഖുർആനിൽ നൈപുണ്യം നേടിയവർ.
ചോദ്യം 5. സൂറത്ത് യാസീനിൽ സക്ത ചെയ്യേണ്ട കലിമത്ത്. ഖാലു യാ വൈലന മൻ ബഅസന എന്നാണ് എഴുതേണ്ടത്. ഇനിയുള്ള പ്രവർത്തനം പൂർത്തിയാക്കാം. പൂരിപ്പിച്ചു കൊടുക്കാൻ. ഒന്നാമത്തേത്, കലാമുൻ ഡാഷ് ലാ ഡാഷ് സമാഉഹു തനസ്സഹ അൻ ഡാഷ് വ ഡാഷ് നിയത്തിൻ. നമുക്കത് വായിക്കാം. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫഇലിൻ വനിയത്തിൻ. രണ്ടാമത്തേത്, ബിഹി അസ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൻ ലിഖൽബി ഇൻദ ജഹലി വഹൈറതി. മൂന്നാമത്തേത്, വഇദാ ഖുരിഅൽ ഖുർആനു വസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഇതുവരെ നമ്മൾ പറഞ്ഞത് തജ്വീദിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. ഇനിയുള്ളത് ലിസാനിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പ്രവർത്തനം, നംലഉ ബിൽ മുനാസിബി. യോജിച്ചവ തിരഞ്ഞെടുക്കാൻ. ബ്രാക്കറ്റിൽ അദ്ദർസ ബിഇറ സംസം യജ്ലിസു സ്വബാഹൻ ബിൻ നബി. ഒന്നാമത്തെ ചോദ്യം, അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തു. 2, ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം കൊഴിച്ചു ബിഇറ സംസം സംസം കിണർ. ചോദ്യം 3, മുസ്തഖ്ബിലു ജലസ. ജലസയുടെ മുളാരിഅ അല്ലെങ്കിൽ മുസ്തഖ്ബിൽ യജ്ലിസു എന്നാണ് ഉത്തരം. 4-ാമത്തെ ചോദ്യം, അത്വാലിബാനി യക്തുബാനി. 2 വിദ്യാർത്ഥികൾ എഴുതുന്നവരാണ്. അദ്ദർസ പാഠം എഴുതുന്നവരാണ്. അദ്ദർസ എന്നാണ് ഉത്തരം. ചോദ്യം 5, ഖറഅത്തുൽ ഖുർആന. ഞാൻ ഖുർആൻ പാരായണം ചെയ്തു. സ്വബാഹൻ രാവിലെ, പ്രഭാതത്തിൽ. സ്വബാഹൻ എന്നാണ് അതിൻ്റെ ഉത്തരം. നുമയ്യിസുൽ മാളി വൽ മുളാരിഅ. മാളിയെയും മുളാരിയെയും വേർതിരിച്ചെഴുതാൻ. മാളി എന്ന് പറഞ്ഞ കള്ളിക്ക് അടിയിലായിട്ട് മാളി എഴുതുക. മുളാരിഅ എന്ന് എഴുതിയ കള്ളിക്ക് താഴെയായിട്ട് മുളാരിഉം എഴുതി കൊടുക്കുക. ബ്രാക്കറ്റിൽ ഖറജ യത്ലുഉ ഖറഅ യഅബുദു ജലസ യഖൂലു കതബ തദ്ഹബു. ഇനി നമുക്ക് ഉത്തരം പറയാം. അൽ മാളി, മാളിന്റെ താഴെയായിട്ട് ഖറജ, ഖറഅ, ജലസ, കതബ എന്നീ 4 പദങ്ങളാണ് മാളി. ഇനി മുളാരി പദങ്ങൾ പറയാം. യത്ലുഉ, യഅബുദു, യഖൂലു, തദ്ഹബു. അത്തൈന എന്നതിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ശേഷമുള്ള പ്രവർത്തനം, നക്തുബുൽ മുസന്ന വൽ ജംഅ ലിൽ അഫ്ആലിൽ ആതിയ. താഴെ ഉള്ള പദങ്ങൾക്ക് മുസന്നയും ജംഉം ചേർത്ത് കൊടുക്കാനാ. ദറസ എന്നതിൻ്റെ മുസന്ന എന്താണ്, ദ്വിവചനം എന്താണ്, അതുപോലെ തന്നെ ദറസന്റെ ബഹുവചനം എന്താണ്, ജംഅ എന്താണ്,
നമുക്ക് അത് പരിചയപ്പെടാം. ദറസ, ദറസയുടെ മുസന്ന ദറസ, അതിൻ്റെ ജംഅ് ദറസു. നസ്റയുടെ മുസന്ന നസറ, നസറയുടെ ജംഅ് നസറു. ഫതഹയുടെ മുസന്ന ഫതഹ, ഫതഹയുടെ ജംഅ് ഫതഹു. നാമ എന്നതിൻ്റെ മുസന്ന നാമ, അതിൻ്റെ ജംഅ് നാമു. ഇനിയുള്ള പ്രവർത്തനം നുതർജിമു, പരിഭാഷപ്പെടുത്താം, അർത്ഥം എഴുതാൻ. ഒന്നാമത്തെ ചോദ്യം, വകാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റത്തി യസ്രിബ്. ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. 2. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈന യഖ്ദമുൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്തു. അടുത്ത പ്രവർത്തനം നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ. നീ ഖുർആൻ പാരായണം ചെയ്തോ? സ്വബാഹൻ, രാവിലെ. രാവിലെ നീ ഖുർആൻ പാരായണം ചെയ്തോ? നഅം ഖറഅത്തുൽ ഖുർആന സ്വബാഹൻ, അതെ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തു. 2. അസ്വാബിഉൽ യദൈനി, രണ്ട് കൈകളിലെയും വിരലുകൾ കം ഹിയ, എത്ര? 10, 10 എണ്ണമാണ്.